ഹലോ ഗെയ്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖല്ലേ? വിശേഷങ്ങളൊക്കെ എന്താ? പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച എല്ലാവരും. അപ്പോൾ ഈ ഇരിപ്പം എന്താ, മാപ്പിളയും വീടിനും കൂടിയിട്ട് ഇരിക്കുകയല്ലേ സിറ്റ് ഔട്ടിൽ. അപ്പോൾ എനിക്ക് പനിയൊക്കെ ഒന്ന് ഭേദമായിട്ടാ. ചുമയാണ്, ഒരു എന്താ പറയുക, മൂക്കടപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഒക്കെ ഒന്ന് തലപൊന്തി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കാടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ഇവർക്ക് രണ്ടാൾക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവനാണ് കട്ടപ്പൻ. ഇവനെ കട്ടപ്പ എന്നിട്ടൊക്കെ വിളിക്കുക. പിന്നിന്ന് കുത്തണ ആളവൻ. അപ്പോൾ കട്ടപ്പനാണ് കൊടുന്ന ആൾ, ഈ ചുമയും പനിയൊക്കെ. അവനിപ്പോൾ ഈ ചുമ മാത്രമുള്ള, പനിയൊക്കെ മാറി അവനൊന്ന് ഉഷാറായി. നാളെ തൊട്ടിട്ട് അവൻ ഇൻഷാല്ലാ നമുക്ക് സ്കൂളിൽ പറഞ്ഞേക്കാം. ഇവർ രണ്ടാളൊന്നും കൂടി ഒന്ന് ഉഷാറാവാനുണ്ട് കേട്ടാ. അപ്പോൾ പൂച്ച ഗ്രില്ല് അങ്ങോട്ട് തുറന്ന് കിടക്കുന്നുണ്ട്. കഴിഞ്ഞാൽ അപ്പം കയറി. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വേണ്ട വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കുറച്ച് പേരെങ്കിലും ഒന്നും ഇതിൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യണവരുണ്ട്. അപ്പോൾ ORS സിറപ്പ് കാണിക്കുന്നുണ്ട്. സിറപ്പല്ല, ജ്യൂസ്. അപ്പോൾ അത് മേടിച്ചതാണ്. ഇവർക്ക് ഭയങ്കര ക്ഷീണം, ഒന്നും കഴിക്കണില്ല. ഛർദി, ചെറുത് ഭയങ്കര ഛർദിയാണ് കുഞ്ഞോള്. അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് ORS മേടിച്ചതാട്ടാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ മുറ്റൊക്കെ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായിരുന്നു കെടുപ്പ് വെച്ചിട്ടാ. വയ്യാത്തോടത്ത് ഞാനതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടാ. എന്താകെ ഇല വീണിട്ട് ഇങ്ങനെ കിടക്കുക ചപ്പായിട്ട്. അപ്പോൾ കാണിക്കുന്നത് രസം വയ്ക്കാനാണുള്ള പരിപാടി. ഒന്ന് കൂട്ടാനൊന്നും വെച്ചിട്ടില്ല. ബീഫ് ഇറച്ചി കിട്ടിയിട്ടുണ്ട് പള്ളിക്കുന്ന. അത് അങ്ങനെ ഫ്രീസറിൽ കുത്തി തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും തൊടണേ ഇല്ല. ഇതൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ഇരുന്നുണ്ട്. ഞാനിതാ ഇവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇക്കാട് പറയുന്നത് വെച്ചിങ്ങനെ, ചുവന്നുള്ളി കഴിഞ്ഞു വെക്കുക, അതൊന്ന് മേടിക്കുന്നൊക്കെ പറയുകയാണേ. ആകെ 1 കിലോനൊക്കെ ചുവന്നുള്ളി മേടിച്ചു കൊടുന്ന്. ചുവന്നുള്ളി പറഞ്ഞാൽ ഞാൻ ചുവന്നുള്ളി എന്നാ പറയട്ടെ. ചെറുള്ളി എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും, കുഞ്ഞുള്ളി എന്നൊക്കെ പറയും ചിലവർ. അപ്പോൾ അത് മേടിക്കാൻ പറയുകയാണെ. അത് കുറേ മേടിച്ച് തന്നിട്ട് ഇങ്ങനെ ചീഞ്ഞ് പോവുക. അപ്പോൾ 1 കിലോനൊക്കെ മേടിച്ചത്. അപ്പോൾ ഇവർക്ക് വായ കഴിച്ചിട്ട് ഒരു പച്ച വെള്ളം കുടിക്കാതെങ്കിലും ഇവർക്ക് അച്ചാർ തോണ്ടാൻ വേണം കേട്ടോ. ഒരു മാങ്ങച്ചാർ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ടച്ചിങ്സ് ഇങ്ങനെ അതേമാതിരി TV-യിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇവർ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കും. അത് കണ്ടിട്ട് അച്ചാറും പാത്രം അവിടെ വയ്ക്കും. എന്നിട്ട് വെള്ളം കുടിക്കുക, അച്ചാർ തോണ്ടുക. വെള്ളം കുടിക്കുമ്പോൾ അമ്പഴങ്ങ ഇട്ടിട്ടുള്ള കയ്യിൽ അമ്പഴങ്ങയാണ് കയ്യിൽ. വെള്ളം കുടിക്കുക, അമ്പഴങ്ങ കടിക്കുക. വായ കഴിച്ചിട്ടാണ്. അങ്ങനെ നല്ല പനി പനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുത്തിക്ക് കിടന്ന് കാണിക്കണ ഒന്ന് ഭേദം വെച്ചതായിരുന്നു കേട്ടോ. ഞാനും ഒരു അമ്പഴങ്ങ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് വായിക്ക് ഒരു സുഖമില്ല. അപ്പോൾ ഇവളൊക്കെ ഒന്ന് ഭേദം വെച്ചത്. അപ്പോൾ ആ പല്ല് മാത്രം തന്നെ ഉണ്ട്. ഇപ്പോൾ അതെ, കുഞ്ഞോള് നന്നായതായിരുന്നു, ഒക്കെ പോയി. ഒന്ന് നന്നായി കഴിഞ്ഞാൽ അപ്പോൾ ഓരോ അസുഖങ്ങൾ പിടിക്കും. ഒന്നാമത് ടീച്ചർമാരും വയ്യാണ്ടായി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കരുതിട്ടാ. അതൊരു ഇതാണ്. ടീച്ചർമാർക്ക് വയ്യെങ്കിലും ടീച്ചർമാർ ക്ലാസ് എടുക്കാനൊക്കെ വരിക. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കുട്ടികൾ മാത്രം വയ്യാണ്ട് കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ലീവ് എടുക്കും. പക്ഷേ ടീച്ചർമാരത് ചെയ്യണില്ല. അപ്പോൾ ടീച്ചർമാരും ശ്രദ്ധിക്കണം, പിള്ളേരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വൈകിയൊന്നും ആരും സ്കൂളിലേക്കൊന്നും പറഞ്ഞേക്കരുത്. അതാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ രസത്തിനുള്ള കൂട്ടൊക്കെ റെഡിയായി. അപ്പോൾ ഇത്തിരി ഉലുവൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉലുവ ഇടാറില്ല. അപ്പോൾ ഞാനിനി ഇത്തിരി ഉലുവയും കൂടി കൂട്ടിയിട്ട് ഞാൻ രസത്തിൽ ഒന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ എന്താ കാണിക്കണത് നോക്കാൻ പോയപ്പോൾ ഈർക്കിളിയൊക്കെ എടുത്തിട്ട് നാവ് കടിക്കുക. അപ്പോൾ അവൾ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണം. അതിൻ്റെ ഇടയിൽ അത് എടുക്കാൻ പോയപ്പോൾ ഇത്തിരി കരിയും ചെയ്തു കേട്ടോ. കണ്ടില്ലേ, 4 പേർ ഒന്ന് കരിഞ്ഞു പോയി. അപ്പം ഉമ്മച്ചി അതൊന്നും ഇടല്ല, ഉമ്മച്ചി അത് ഡിലീറ്റ് ആക്കുക എന്നൊക്കെ പറയുകയാണ്. എന്താ വായ കഴിച്ചിട്ടേ ഒരു സാധനം ശരിക്കും തിന്നണേ ഇല്ല. ഗുളിക കഴിക്കുമ്പോഴും വേണം കേട്ടോ അച്ചാർ. എന്താ ചെയ്യുക, മക്കളുടെ ഒരംഗങ്ങൾ അങ്ങനെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ഭേദം വെച്ച് വരുമ്പോൾ ഇനി അടുത്ത പനി ജലദോഷം വരും. അത് ഇവിടെ എന്താണാവോ, ഇവിടെ ഇത്തിരി ഭേദം നന്നായി വരാൻ പാടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ വയ്യാണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ രസം എന്തായാലും അടിപൊളിയായിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത്തിരി മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് ഇട്ട് രസം അടിപൊളിയായി. ചോറ് കഴിക്കാൻ ഇങ്ങനെയൊക്കെ പനിയൊക്കെ ആയി കഴിഞ്ഞാൽ രസവും ഒരു ഉപ്പേരി, പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. കോഴിമുട്ട പൊരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പനിയൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞോള് കഞ്ഞി ഇങ്ങനെ കുടിക്കുമ്പോൾ ഫോണ് വേണം.
ഫോണില്ലാണ്ട് ഇവർക്ക് ചോറും ഒന്നും ഇറങ്ങില്ല. ചായയുടെ കടി എന്ത് കഴിക്കുകയാണെങ്കിലും ഫോൺ വേണം. അതുള്ള കാരണം കഞ്ഞി എങ്ങടെ ഇറങ്ങി പോകണമെന്ന് തന്നെ അറിയില്ല കേട്ടോ. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കഞ്ഞി കുടിക്കുമ്പോഴുള്ള മൊബൈലിലുള്ള നോട്ടം ഞാനൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രസത്തിൽ. നിങ്ങൾ ഇടാറുണ്ട് അങ്ങനെ കായപ്പൊടി അല്ലെങ്കിൽ കായ, ഒരു കുഞ്ഞു കഷ്ണം കായൊക്കെ ഇടാറുണ്ടോ? ഞാൻ ഇടാറുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നുള്ളൂ. ഇന്നലെ ഒന്നും തീരെ സൗണ്ടൊക്കെ അടഞ്ഞ് എന്താ പറയുക, ഭയങ്കര തൊണ്ടവേനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചവൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഒന്ന് ഭേദമായി വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും വയ്യാണ്ടായി കിടക്കല്ലേ, ഞാൻ കുട്ടികളും 3 ഒക്കെ. ഇക്കാക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വയ്യ. അപ്പോൾ ഇക്കാക്ക് ആകെ ടെൻഷനായി, ഇക്കാകെ അങ്ങോട്ട് തളർന്നു പോയിട്ടാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് നീച്ചപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ. ഇക്കാക്ക് ഭയങ്കര പേടി. ഇക്കാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ടെൻഷനില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായാൽ ഭയങ്കര ടെൻഷനാണ്, അടുത്തുനിന്ന് പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രസമൊക്കെ അടിപൊളിയായി. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രസം വെച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുടിച്ചു നോക്കുക. നല്ല പുളിയുണ്ട് പറയുകയാണേ. പുളി ഒരു ലേശം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇത്തിരി ഒരു കുഞ്ഞ തക്കാളി അരിഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത്തിരി പുളിയൊക്കെ വേണ്ടേ അങ്ങനെ. അപ്പോൾ തിളപ്പിച്ച് ഊറ്റാണ് ചോറ്. ഇന്ന് നേരം വൈകിട്ടാണ് അരി ഇട്ടിട്ട്. അപ്പോൾ തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഊറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാടെ അടുത്ത് ഞാൻ ഉള്ളി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉള്ളിയൊക്കെ മേടിച്ച് കൊണ്ടുവന്നാട്ടാ. ഈ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയിട്ടാന്നൊക്കെ പറയുകയാണ് ഞാനേ. അല്ല ഞാനല്ല, ഓരോന്നായിട്ട് ഈ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എപ്പോഴും കടയ്ക്ക് പറഞ്ഞേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് ആൾ. ഇനിയിപ്പോൾ നോക്കിക്കോട്ടെ, വെളിച്ചെണ്ണയും കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുട്ട പൊരിക്കുമ്പോഴാണ് ഇക്കാട് പറയുന്നത്. അപ്പോൾ ഒന്നും പറയണമൊന്നുമില്ല കേട്ടോ, വയ്യാത്തതല്ലേ. അപ്പോൾ അത് കാരണം ഒന്നും മിണ്ടണമൊന്നുമില്ല. എന്താ ചെയ്യുക, എനിക്ക് ഭയങ്കര മറവിയാണ്. നമുക്ക് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴാണ് അറിയണത്, വെളിച്ചെണ്ണ കഴിയാറായില്ലേ, ഓയിൽ കഴിയാറായില്ലേ. അങ്ങനെ എൻ്റെ പോലത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടങ്ങനെ ഒക്കെ ഓരോന്നായിട്ടേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ, എന്താ ചെയ്യുക. അപ്പോൾ ഇതെന്താ, ചോറ് വാർത്ത് വെച്ചുവിട്ടാ. ഒരു അരിപ്പ പോലത്തെ പാത്രമുണ്ട്, അതിലേക്ക് അങ്ങോട്ട് കമത്തി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് അങ്ങനെ വാർന്നോളും. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചു. അതൊക്കെ ശീലമുള്ളതാട്ടോ. തുടക്കിലൊക്കെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു, വൈകിങ്ങനെ ഞാൻ തുടക്കി വിട്ടാ, അത് വേറെ കാര്യം. അപ്പോൾ വെറുതെ ഒന്ന് തുടച്ച്, അതെന്നും ചളി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഒരു നേരം മോന്തിയാവാനായിട്ട് മുന്നേ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയി, ഒന്ന് അവിടെ വെറുതെ വന്ന് ഇരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇക്കാലത്ത് പറഞ്ഞു, എന്താ ചെയ്യാല്ലേ, ഇങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു സുഖമില്ല കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോഴേ, പൈസയ്ക്ക് ആദ്യം വന്നപ്പോൾ ആകെ ഉഷാറില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അവനാണ് ഏറ്റവും കൂടുതൽ വയ്യാണ്ടായ, ഭയങ്കര പേടിയാട്ടോ. അവനിങ്ങനെ പനി വന്നിട്ട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പോയി കിടന്നിട്ടൊക്കെ ഉണ്ട്, ഇൻഫെക്ഷനായിട്ട് ICUവിലൊക്കെ 2 ദിവസം കിടന്നു. അപ്പോൾ അവന് വയ്യാണ്ടായാലാണ് കൂടുതൽ പേടി. അവന് എന്താ പറയുക, അങ്ങനെയൊക്കെ വന്നിട്ട് കിടന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അവൻ്റെ ഒന്ന് ഉഷാറായപ്പോൾ എന്നെ കൂടുതൽ സമാധാനമായിട്ടാണ്. പിന്നെ എന്തോ ഒരു ജലദോഷപ്പനിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇപ്പോഴത്തെ കുഞ്ഞോൾക്ക് ചെറുതായിട്ട് ചൂടുണ്ട്, നെറ്റൊക്കെ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ മുട്ട പൊരിക്കാട്ടോ. അപ്പോൾ അവൾക്ക് പറഞ്ഞു കുരുമുളക് ഇട്ടിട്ട് മുട്ട പൊരിച്ചെന്നാൽ മതി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് മുട്ട പൊരിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനതവിടെ പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുക മുട്ട പൊരിക്കി പറഞ്ഞിട്ടാ. അപ്പം നിൽക്കുകയാണ് മുട്ട പൊരിക്കിന്. അവൾക്ക് പനി വരുന്നുണ്ട്. അപ്പോൾ ഉപ്പച്ചിയുടെ പുന്നാര മോളക്കാക്ക് ഏറ്റവും ഇഷ്ടം അവളേനെ കേട്ടപ്പോൾ. അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ഉപ്പച്ചിയുടെ പുന്നാര കുട്ടിയാണ് കുഞ്ഞോള്. അതിനെ തുത്തുരു എന്നാണ് വിളിക്കട്ടോ. ഓരോരുത്തർക്കും ഓരോ പേരാ. പൈസീനെ കട്ടപ്പാന്ന് വിളിക്കും, ഇവളേനെ തുത്തുരുവോ എന്ന് വിളിക്കും. ഞാൻ കുഞ്ഞോളെന്ന് വിളിക്കട്ടെ, ഒക്കെ കൂടുതൽ തുത്തുരുവോ എന്ന് വിളിക്കണ കേട്ടോ. ഉണ്ണിമോൾക്ക് പിന്നെ അങ്ങനെ പേരൊന്നുമില്ല. ഉണ്ണിമോളനെയൊക്കെ കണ്ണിമാങ്ങേ അങ്ങനെയൊക്കെ വിളിക്കണേക്കാം. ഓരോ ഇഷ്ടം കൂടുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിക്കുമല്ലോ. ഞാനല്ലെങ്കിലും ഉണ്ണിമോളെ എന്നൊക്കെ വിളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കാനെ ഞാൻ ഇടയ്ക്ക് സായിബേ എന്നൊക്കെ വിളിക്കും. എന്താ ഓരോ തമാശയ്ക്കൊക്കെ ഇങ്ങനെ സായിബേ എന്താ പണീന് എന്നൊക്കെ ഇങ്ങനെയൊക്കെ വെറുതെ പറയൂട്ടാ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമായിട്ടിരിക്കുക, അല്ലെ ഇഷ്ടം കൂടിയ സമയത്ത് നമ്മൾ എന്തൊക്കെ വിളിക്കുക അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കൂട്ടാ. അപ്പോൾ ഫൈസിനെ അതാ ഞാൻ കുട്ടി സായിബേ വിളിക്കും, ഇക്കാനെ സായിബേ എന്നൊക്കെ വിളിക്കൂട്ടാ. അപ്പോൾ ഇക്കാടെ കോഴിമുട്ട പൊരിക്കില്ല, ആദ്യത്തെ കുളമായി ഓരോ രൂപം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ഇക്കാട് ചോദിക്കിയത് ഏത് രൂപക്ക എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇക്കാടെ മേലാച്ചെങ്കിൽ ഇക്കാരെ മാത്രമേ വന്ന് കൊതുക് കടിക്കുള്ളൂ. ഞങ്ങളെല്ലാം ഒന്നും കൊതുക് കടിക്കണില്ല. ഇക്കാടെ മേലൊക്കെ നോക്കിയേ കൊതുക് കടിച്ചിട്ട് ആകെ തടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണേ ഇക്കാരെ മാത്രം കൊതുകിന് ഇഷ്ടമുള്ളൂ, ഇക്കാടെ ബ്ലഡ് മാത്രം ഇഷ്ടമുള്ളൂ എന്നൊക്കെ ചോദിക്കുക. എനിക്കറിയില്ല, എന്നെ മാത്രം വന്ന് കുത്തുണ്ട് എന്ന് പറയുകയാണേ. അപ്പോൾ ഒരു കോഴിമുട്ട ഷേപ്പ് പൊരിച്ചത് നോക്ക്. അപ്പോൾ ഞാനത് ചോദിക്കുകയാണ് ഇത് എന്തൊക്കെ ഡിനോസറാണോ ചോദിക്കുകയാണ്. അപ്പോൾ ഇക്ക ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി അടിക്കണ്ടേ, ഒരു നേരം പോക്കിന് വെച്ചിട്ട് ഓരോന്നും പറയാട്ടോ. വലിയ ഷേപ്പൊന്നുമില്ല, ലാസ്റ്റത്തെ മാത്രം അടിപൊളിയായിട്ട് അവിടെ പൊരിച്ചു. കുറേശ്ശെയാണ് ഇങ്ങനെ മുട്ട പൊരിക്കണതേ. അപ്പോൾ ലാസ്റ്റ് ഉള്ളത് അപ്പടി ഒഴിച്ചുട്ടാ. ദേഷ്യം അങ്ങോട്ട് വന്നു ആൾക്ക്. അപ്പോൾ ഒക്കെ ഒഴിച്ച് അപ്പോൾ ഒക്കെ പറയും ഇത് പൊരിച്ചില്ലേന്ന്, ഈ കോഴിമുട്ട പൊരിച്ചത് അടിപൊളിയായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞ് കുഞ്ഞോൾക്ക് കഞ്ഞി കൊടുക്കാൻ നിൽക്കാട്ടോ. കുഞ്ഞോൾക്ക് പനിച്ചിട്ടാണ് കുഞ്ഞോൾ നിൽക്കുന്നത്. ഉമ്മച്ചീനൊന്നും വേണ്ട കേട്ടോ, അവൾക്ക് ഉപ്പിച്ചി മതി. ഞാനാച്ചെങ്കിൽ ഇത്തിരി ചൂടാവും, ഇങ്ങനെ കുഴച്ചിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, പെട്ടെന്ന് ചൂടാവട്ടെ ഞാൻ. അപ്പോൾ ഇക്കാണ് അവൾക്ക് വേണ്ടത്. അപ്പോൾ ഇക്കയാണ് കഞ്ഞി കൊടുക്കണത്. ഉച്ചയ്ക്ക് കഞ്ഞി കൊടുത്തത് ഇക്ക തന്നെയാണ്. വയ്യാണ്ടായി കഴിഞ്ഞാൽ ഉപ്പിച്ചി മതി, ഇന്നൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഇക്ക കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട്. വായ കഴിച്ചിട്ടായിരിക്കുന്നത്. ഫോണ് കിട്ടിയ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഫോണ് കിട്ടിയ ആൾക്ക് ഒരു കുഴപ്പമില്ല, കഞ്ഞി ഇങ്ങനെ കുടിച്ചോളും. അച്ചാർ ഇങ്ങനെ തോണ്ടി കഴിക്കും. കോഴിമുട്ടയുണ്ട്, അതും ഇങ്ങനെ വെച്ച് കൊടുക്കൂട്ടാ. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഞാൻ വാരി കൊടുക്കാൻ വിചാരിച്ചു. അവൾക്ക് ഇതാ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ കാര്യങ്ങളൊക്കെ ഇക്ക നോക്കുന്നുണ്ട് കേട്ടോ, ഇവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കണത്. അപ്പോൾ അങ്ങനെ അവർക്ക് ചോറൊക്കെ ആയിട്ട് ഞാനെടുത്തു ഇനി വാരി കൊടുക്കുക. ഉണ്ണിമോള് ഉച്ചയ്ക്ക് തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് വാരി കൊടുത്തപ്പോൾ ഇത്തിരി ചൂടുള്ള ചോറും രസമൊക്കെ ഒഴിച്ചപ്പോൾ അത്യാവശ്യം കഴിച്ചിട്ട് അവൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. പനി പിടിച്ച ഒരു ഇതായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട്. ആ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പച്ചവെള്ളം കുടിക്കൊന്നുമില്ല കേട്ടോ, അല്ല ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയില്ല. എത്ര വൈകിലും പച്ചവെള്ളം തന്നെ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ശീലം നോക്കണ്ടെങ്കിലൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ശരീരമൊക്കെ നന്നായി നോക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.